പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ ഒരു രാത്രിയിതാ ഏറ്റം ശാന്തമായി തിരുരാത്രിയെങ്ങാരും നീങ്ങച്ചില്ലൊട്ടും പാതിരാവിൽ പുൽക്കൂടു തേടി പോയിടന്ന മോദമോടെ വാനമതിൽ താരകളിൽ കാച്ചിലം പൊലി കേൾക്കുന്നു മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനാ ദേവദേവിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ
ആദിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി വേദനേവിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ ആദിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നു മഞ്ഞുമൂടും രാത്രിയിൽ രാജരാജനേ താരങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നു മഞ്ഞുമൂടും രാത്രിയിൽ രാജരാജനേ. ഒരു രാത്രിയിതാ ഏറ്റം ശാന്തമായി തിരുരാത്രിയെങ്ങാരും നീനച്ചില്ലൊട്ടും കൊടും ശീലത്തിൽ കോച്ചുന്നു നാടെങ്ങുമേ വാനത്തൊരു വൻതാരം വിങ്ങിനിന്നു ചില ആട്ടിടയരും രാജരും ഇതു കണ്ടിട്ടെന്നാനന്ദിച്ചു ദൈവദൂതന്മാർ സ്വർലോകത്തിൽ ഒന്നടങ്കമാക്കുന്നു ബോധമാൻ സർവലോകത്തിൻ അതിനായകൻ നിത്യജീവനിൽ നായകൻ അഖിലാണ്ടത്തിൻ പരിപാലകൻ ദൈവത്തിൻ ഏകജാതന്റെ ജനനം 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 ജനനം. വഴികാട്ടിയായി താരകം നീങ്ങിടുന്നു രാജപാലകരും നൃപരും പിഞ്ചെന്നു അവരാരിലുമില്ലോരു നിശ്ചയവും ഉണ്ണിയേശുവെ കണ്ടിടാം എങ്കിൽ മാത്രം സത്യവചനമാകും ദേഹിയെ ഒന്നു വാഴ്ത്തിടാൻ താലോലിക്കാൻ ഉള്ളം തിങ്ങുന്നു മനം കാക്ഷിച്ചു തിരുപ്പിറവിയെ ഏറ്റു ചൊല്ലിടാൻ സർവലോകത്തിൻ അതിനായകൻ നിത്യജീവനിൽ നായകൻ അഖിലാണ്ടത്തിൻ പരിപാലകൻ ദൈവത്തിൻ ഏകജാതന്റെ ജനനം 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 ജനനം.
ജാതനായി. കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു, പാടുന്നു, പാടുന്നു. കിളികൾ കൂവി മെല്ലെ
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകളും ആഘോഷിക്കുകയാണ്. ആരാധനയുടെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമാണ് ക്രിസ്മസ്. ദൈവ തേജസ്സിനെ പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായും വീണ്ടെടുപ്പുകാരനായും നമുക്ക് സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഒരു കാലം പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ക്രിസ്മസിനെ വരവേൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി ലോകരക്ഷകൻ പൂജാതനായി. ക്രിസ്മസ് ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രം ആഘോഷം ആയല്ല നാം കാണുന്നത്. എല്ലാ മതസ്ഥരും ക്രിസ്മസിൽ പങ്കാളികളാകുന്നു. ക്രിസ്മസ് ഗായക സംഘങ്ങളും കരോൾ സർവീസുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ക്രിസ്മസ് ആരാധനയുടെ അനുഭവമാണ്. ദൈവത്തിൻ്റെ ലോകരക്ഷ എല്ലാ മനുഷ്യർക്കും അനുഭവവേദ്യമാകുവാൻ ഈ ക്രിസ്മസ് കാലം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം വിശുദ്ധ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഘോഷിക്കുമ്പോൾ ആട്ടിടയന്മാർ ആ ദൈവദൂതനെ സ്വീകരിക്കുകയാണ്. അവർ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ആരാധനയുടെ സന്ദേശമാണ്. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ മാലാഖമാരും ദൈവജനവും ഒരുമിച്ച് ചേർന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും ആ ആരാധനയുടെ അനുഭവത്തെ പൂർത്തീകരിക്കുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആരാധന കൂടുതൽ ശക്തമാവുകയാണ്. ദൈവ തേജസ്സിനെ ധരിക്കുവാൻ, ദൈവികമായ പ്രകാശം ഉൾക്കൊള്ളുവാൻ വിശുദ്ധ ആരാധനയിലൂടെ നമുക്ക് സാധിക്കും. യാക്കോബ് തൻ്റെ മരുഭൂപ്രയാണത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവ ആരാധനയിൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം മരുഭൂമിയിൽ തലയിണയായി വെച്ച കല്ല് അത് ആരാധന ബലിപീഠമായി അദ്ദേഹം സമർപ്പിക്കുകയാണ്. അതിന്മേൽ എണ്ണയൊഴിച്ച് ദൈവത്തിന് യാഗമർപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്, ഞാനത് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധമാണ് യാക്കോബിനുണ്ടാകുന്നത്. ഈ ഒരു ആരാധനയിലാണ് സ്വർഗം തുറക്കുന്നതായി യാക്കോബ് ദർശിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന, മനുഷ്യനെ ശുശ്രൂഷ ചെയ്യുന്ന വലിയ ശ്രേഷ്ഠമായ ഒരനുഭവമാണ് അവിടെ കാണുന്നത്. എല്ലാ കാലത്തും മനുഷ്യ ജീവിതത്തിൽ ആരാധനയ്ക്ക് വലിയ സ്ഥാനമാണ് നമുക്കുള്ളത്. രണ്ടാമത് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് യേശുവിനെ തേടിയുള്ള യാത്രയാണ്. അത് ജ്ഞാനികളായ മനുഷ്യർ യേശുവിനെ തേടി യാത്ര പുറപ്പെടുകയും യേശുവിന് കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ആഗ്രഹം യേശുവിനെ കാണണം, അവനെ നമസ്കരിക്കണം, അവന് കാഴ്ചകൾ സമർപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിനെ കാണുവാനും
യേശുവിനെ നമസ്കരിക്കുവാനും യേശുവിന് കാഴ്ചകൾ സമർപ്പിക്കുവാനും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കഴിയേണ്ടതായിട്ടുണ്ട്. എത്രയോ ക്രിസ്മസ് വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഓരോ ക്രിസ്മസും പുതുക്കത്തിൻ്റെ അനുഭവമായി ദൈവത്തെ തേടിയിറങ്ങുന്ന, ദൈവത്തെ കണ്ടെത്തുന്ന, അവനെ നമസ്കരിക്കുന്ന മാതൃകാപരമായ ജീവിതത്തിൻ്റെ സന്ദേശമായി അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് വഴികാട്ടിയായ നക്ഷത്രമാണ്. യേശുവിനെ കാണുവാൻ പുറപ്പെടുമ്പോൾ വഴികാട്ടിയായി ഒരു നക്ഷത്രം അവർക്ക് മുന്നേ പുറപ്പെടുകയാണ്. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും നല്ലൊരു വഴികാട്ടി ആവശ്യമാണ്. നല്ലത് കാണിച്ചു കൊടുക്കുവാൻ, നന്മ ചെയ്യുവാൻ, പ്രസാദകരമായത് കണ്ടെത്തുവാൻ നല്ലൊരു വഴികാട്ടി നമുക്കുണ്ടാകട്ടെ. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വഴികാട്ടിയായി നമ്മുടെ ജീവിതത്തിന് മാതൃകയായി എന്നും നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.